വക്രതുണ്ഡ മഹാകായ കോടിസൂര്യസമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ ശുഭകാര്യേഷു. വേനൻ്റെ വംശപിതാക്കന്മാരിൽ തന്നെ പ്രജാവാത്സല്യം ജീവിതമായി തീർന്ന മഹാന്മാരായ ഭരണാധിപന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു ഭരണാധിപനെക്കുറിച്ചാണ് നാം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് കുരു. ഈ കുരു എന്നുള്ള പേരാണ് പിന്നീട് ഇവരെ എല്ലാവരെയും കൗരവർ എന്ന് വിളിക്കുന്നതിന് കാരണമായി തീർന്നത്. അപ്പോൾ കുരുവംശം അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അത്രയ്ക്ക് വ്യാപകമായിരുന്നു. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ വംശം അറിയപ്പെടാൻ തുടങ്ങി. ശ്രീരാമൻ്റെ പേരിൽ സൂര്യവംശം അറിയപ്പെട്ടതുപോലെയാണ്. രഘുവിൻ്റെ പേരിൽ രഘുവംശം അറിയപ്പെട്ടതുപോലെയാണ്. സാർ, ഈ ദുര്യോധനാദികളെ കൗരവർ എന്ന് വിളിക്കുന്നത് എന്തിനാ? എല്ലാവരും കൗരവരല്ലേ? പാണ്ഡവന്മാരും കൗരവരാണല്ലോ. ആണ്. ദുര്യോധനാദികളെയാണ് കൗരവന്മാരെന്ന് പ്രത്യേകം വിളിക്കുന്നത്. കൗരവന്മാരും പാണ്ഡവന്മാരും. പാണ്ഡു എന്ന് പറഞ്ഞ് ഈ പടത്ത് വന്നപ്പോഴത്തേക്ക് അതിന് ബദലായിട്ട് പാണ്ഡവന്മാർ പിന്നീട് ഇതിൽ നിന്ന് അല്പം വേർപെട്ടു. കാരണം അത് വ്യാസന്റെ മക്കളാണല്ലോ. ഓ, അങ്ങനെ പാണ്ഡു വ്യാസന്റെ മകനാണല്ലോ. ഓ, ഒറിജിനൽ കൗരവരല്ല. അല്ല വ്യാസം. മറ്റവർ അങ്ങനെയല്ല. മറ്റവർ ധൃതരാഷ്ട്രമാണ്. അവർ നേരിട്ട് ആ വംശപരമ്പരയിൽ നേരിട്ട് ജനിച്ചു പോകുന്നവരാണ്. അവർക്ക് മായമില്ല. ഇല്ല. ഇവർ വന്നപ്പോഴേക്കും ഇവരുടെ ശാഖ മാറിപ്പോയി. അതാണ്. അതുകൊണ്ട് മൊത്തത്തിൽ അവരെയും കൗരവർ എന്ന് പറയാമെങ്കിൽ ആലങ്കാരികമായി അല്ലെങ്കിൽ നിയമപരമായി പറയാം. നിയമപരമായി അവർ കൗരവരാണ്. കാരണം കുരുവിൻ്റെ വംശത്തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ വെച്ചുണ്ടായതാണ് എന്നുള്ള നിലയിൽ അവർ അവകാശികളാണ് എന്നതേ ഉള്ളൂ. അവർ പ്രത്യേകം ഒരു വംശത്തിൽപ്പെട്ടവരായതുകൊണ്ട് വസിഷ്ഠൻ്റെ വംശമാണ് അവരെ. വസിഷ്ഠൻ, ശക്തി, പരാശരൻ, വ്യാസൻ, പിന്നെ ശ്രീശുകൻ, ഇങ്ങനെയാണ് ആ വംശം പോകുന്നത്. അപ്പോൾ ശരിക്ക് അതൊരു ആചാര്യവംശമാണ്. അല്ല, ക്ഷത്രിയരല്ലവർ. ഇവരെയൊക്കെ കോമൺ ആയിട്ടുള്ളതെല്ലാം സത്യവതിയാണ്. അതെ, സത്യവതിയാണ്. ഇവരാരും ക്ഷത്രിയരല്ല. മറ്റവർ ക്ഷത്രിയരാണ് താനും. വസിഷ്ഠൻ ബ്രാഹ്മണനാണ്. വസിഷ്ഠൻ്റെ മകൻ ശക്തി ബ്രാഹ്മണനാണ്. ശക്തിയുടെ മകൻ പരാശരൻ ബ്രാഹ്മണനാണ്. പരാശരൻ്റെ മകൻ വ്യാസൻ ബ്രാഹ്മണനാണ്. വ്യാസനും ബ്രാഹ്മണൻ. മുഖവത്തി ഈ എടുത്തു വളർത്തപ്പെട്ട മുഖവത്തിയുടെ മകനാണെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീശുകൻ ബ്രാഹ്മണനാണ്. ശുകൻ ശുകൻ ബ്രാഹ്മണനാണ്. മറ്റവരങ്ങനെയല്ല. മറ്റവർ ഓരോരുത്തരും അതാത് സമയത്ത് ഉള്ള രാജാക്കന്മാരുടെ മക്കളുമാണ്, ക്ഷത്രിയന്മാരുമാണ്. അപ്പോൾ ശരിക്കും പറയുമ്പോൾ ഇവർക്ക് ഭരണാധികാരമില്ല. ബ്രാഹ്മണർ അന്ന് കഴിയുന്നതും ഭരണത്തിൽ ഉൾപ്പെടാറുണ്ടായിരുന്നില്ല. ബ്രാഹ്മണർ ഭരിച്ചിരുന്ന സ്ഥലവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ പാണ്ഡുവിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ അവിടെ മുതൽ ഇവർ വേറൊരു ശാഖയായിട്ട് പോരുകയാണ്. അതുകൊണ്ടാണ് ഈ അവകാശത്തർക്കം തന്നെ വരാനുണ്ടായ കാരണം അതൊരു കാരണമാണ്. ഇവരുടെ ഈ വംശവ്യതിയാനമാണ്. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി കൗരവർ എന്ന് പറയാതെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവരെ പാണ്ഡവന്മാർ എന്ന് പറഞ്ഞു പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ തന്നെ പിതാമഹന്മാരിൽ ഒരാളായ കുരു ഒരു തരത്തിലുമുള്ള പരാതികളും ജനങ്ങൾക്ക് ഇല്ലാത്ത വിധത്തിൽ അതിമനോഹരമായി ജനങ്ങളുടെ എല്ലാ രംഗത്തുമുള്ള അഭിവൃദ്ധിയും പുരോഗതിയും ലാക്കാക്കിക്കൊണ്ട് മാത്രം ഭരിച്ച ആളാണ്. അങ്ങനെ ഭരിക്കാനുള്ള മാനസികമായ സന്നദ്ധത ലബ്ധമാകുന്നതിന് വേണ്ടിയാണ് രാജാക്കന്മാർ തപസ് ചെയ്യുന്നത്. അല്ലാതെ ജ്ഞാനത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല. അത് പ്രജകൾക്ക് വേണ്ടി അല്ലാതെ ഇവർ സ്വന്തമായി ജീവിക്കാൻ പാടില്ല എന്നതാണ് അന്നത്തെ ഭരണാധിപനെ സംബന്ധിക്കുന്ന സങ്കല്പം. അല്ലാത്ത സങ്കല്പങ്ങളിലെല്ലാം രാജാവ്
രാജാവിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കും കൂടി വേണ്ടിയാണ് ജീവിക്കുന്നത്. രാജാവിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഈ ആയുസ് ശരീരത്തിൽ നിലനിൽക്കാനുള്ള ഭക്ഷണമല്ലാതെ രാജാവിൻ്റെ സ്വന്തം ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഏതെങ്കിലും ഒരു പഞ്ചേന്ദ്രിയത്തെ ലാളിക്കാൻ പാടില്ല. രാജാവ് പാട്ട് കേൾക്കാൻ പാടില്ല. എല്ലാ സദസ്സുകളിലും നർത്തകികളും പാട്ടുകാരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ രാജാവ് പാട്ട് കേൾക്കാൻ പാടില്ല. ആരെങ്കിലും വരുമ്പോൾ അവരെ കേൾപ്പിക്കാം. പാട്ട് തുടങ്ങുമ്പോൾ രാജാവ് ആ പാട്ട് എവിടെ ഇരുന്നാലാണോ പാട്ട് കേൾക്കില്ലാത്തത് അത്രയും അകലത്തിൽ പോയിരിക്കണം. ഇത്ര വലിയ ചിട്ടകളാണ് അവർക്ക് വിധിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജാവായിട്ടിരിക്കുന്നതിനേക്കാളും രാജാവല്ലാതെ രാജ്യം കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കറങ്ങി നടന്ന് ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്നതായിരിക്കും ജീവിത സുഖത്തിന് നല്ലത്. അതുപോലെ ഭക്ഷണം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാജാക്കന്മാരൊക്കെ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച്. രുചിയുള്ളതാണ്, സ്വാദുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ കഴിക്കാൻ പാടില്ല. അത് അങ്ങനെ ഇത് ഗുരു അടുത്തുണ്ടാകും. കൂടുതലായെന്നാൽ ഉടനെ അയാൾ സൂചന കൊടുക്കും രാജാവിന്, അപ്പോൾ അവിടെ നിർത്തിക്കൊള്ളണം. അതുകൊണ്ടാണ് ഇത് ധർമാനുഷ്ഠാനമാണെന്ന് പറയുന്നത്. അനുഷ്ഠിക്കാൻ ഒട്ടും എളുപ്പമില്ലാത്ത ഒരു സംഗതിയാണ് ഈ പ്രജാപരിപാലനം എന്ന് പറയുന്ന കർമ്മം. അതുപോലെ നല്ല കാഴ്ചകൾ കണ്ട് ഒന്ന് നോക്കി കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേറ്റ് പൊക്കോളണം. രാജാവ് എഴുന്നേറ്റ് പോകും, രാജാവ് ഇരിക്കില്ല. ഇന്ദ്രിയ സുഖങ്ങളൊന്നും പാടില്ല. ഇന്ദ്രിയങ്ങൾക്ക് സുഖം നൽകുന്ന ഒരു തരത്തിലുള്ള കലാപരിപാടികളും പാടില്ല. പാട്ട് തന്നെ, കീർത്തനങ്ങൾ പോലും വളരെ കുറച്ചേ കേൾക്കാവൂ. ആ കീർത്തനത്തിൽ രസം പിടിച്ചു തോന്നാൽ പിറ്റേ ദിവസം അത് കേൾക്കണമെന്ന് തോന്നും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരു രാജ്യകാര്യത്തിൽ ഒരു തീരുമാനം വേണം. അപ്പോൾ പുള്ളി കീർത്തനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയട്ടെ എന്ന് പറയും. ഇത് കഴിയട്ടെ എന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ ഇത് കഴിയട്ടെ എന്ന് പറയത്തക്ക വിധത്തിൽ വളരെ ചെറിയ അനാസ്ഥ പോലും ഭരണധർമാനുഷ്ഠാനത്തിൽ അല്ലെങ്കിൽ പ്രജാപരിപാലന ധർമ്മം അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ പാടില്ലാത്തത് കൊണ്ട് മനസ്സിനെ പെട്ടെന്ന് അവരുദ്ദേശിക്കുന്നിടത്തേക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇവർ തപസ് ചെയ്യുന്നത്. അല്ലാതെ മറ്റ് താപസന്മാർ തപസ് ചെയ്യുന്നത് പോലെ ലോകരഹസ്യങ്ങൾ ആരായുന്നതിനോ ലോകത്തിൻ്റെ ഉൽപ്പത്തി സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാനോ സയൻസിൻ്റെ പ്രമാണങ്ങൾ കണ്ടുപിടിക്കാനോ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനോ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൽ ഗവേഷണം നടത്താനോ ഒന്നുമല്ല. മനസ്സടക്കത്തിന് വേണ്ടിയിട്ടാണ് പ്രജകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചോളുക, മരിക്കാതിരിക്കാനുള്ള ഭക്ഷണം കഴിക്കാം. ഇതാണ് ചിട്ട. അതിനെയാണ് കോണ്ടിനൻസ്. ENT അല്ല, NCE, കോണ്ടിനൻസ്. ഇന്ത്യയിലെ രാജാക്കന്മാര്, തിരുവിതാംകൂറിലെ രാജാക്കന്മാര് അല്പസ്വല്പം ഇതൊക്കെ ദീക്ഷിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പാരമ്പര്യമായിട്ട് പോരുന്ന മറ്റുള്ളിടത്തൊന്നും ധാരാളം രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ധാരാളം നിയമം ലംഘിക്കുന്നവരേ ഉള്ളൂ. കാരണം ഇത് അങ്ങനെ തന്നെ പാലിക്കാൻ സാധ്യമല്ല എല്ലാവർക്കും. കാരണം പറയുന്ന പോലെ തപസ്സം ചെയ്യുന്നില്ല. തപസ് ചെയ്താൽ ഇത് പാലിക്കാൻ സാധിക്കും. തപസ് ചെയ്തവർക്ക് തന്നെ ഇപ്പോഴത്തെ ഭരണാധികാരികളാണെങ്കിൽ ഇതിന് നേരെ വിപരീതമായിട്ട് ജനകീയം വരുമ്പോൾ അത് പോകും. ജനകീയം വരുമ്പോഴത് പോകും. അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറ്റം പറയേണ്ട ആവശ്യവുമില്ല. ആ വ്യവസ്ഥിതി അങ്ങനെ മാറി തനിയെ മാറി വരുന്നതാണ്. തനിയെ ഉണ്ടാകുന്ന ഇവല്യൂഷനാണ്. സൊസൈറ്റിയിൽ വരുന്ന, സമൂഹത്തിൽ വരുന്ന, മനുഷ്യരാശിയിൽ വന്ന എവല്യൂഷൻ്റെ ഫലമായിട്ട് ഭരണത്തിലും അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. എന്നാലും ചിലർക്ക് കടിച്ചു പിടിച്ചിരിക്കാം, കൈക്കൂലി വാങ്ങിക്കാതിരിക്കാമല്ലോ. നമ്മുടെ ഭരണകർത്താക്കന്മാരിൽ അധികം പേരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരായിട്ടിരുന്നവരാരും കൈക്കൂലി വാങ്ങിക്കുന്നവരായിരുന്നില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാം. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. വലിയ അധർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, സ്വന്തമായ സ്വത്ത് സമ്പാദിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചിട്ട പരിപാലിച്ചാണ് ഇവരെല്ലാം ജീവിച്ചു പോരുന്നത്. അതുകൊണ്ട് രാമൻ പറയും, എനിക്ക് രാജ്യഭരണത്തെക്കാൾ സീതയോടുകൂടി കാട്ടിൽ താമസിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ സീതയോട് ചോദിക്കാനൊക്കെ പറഞ്ഞു പുള്ളിക്ക് അവിടെ ഒരു പ്രശ്നം
പ്രശ്നമില്ല. മറ്റേ ഭരതൻ നോക്കിക്കോളും കാര്യം. ഭരതൻ കാര്യങ്ങൾ നോക്കിക്കോളും. 2 ചെരുപ്പുണ്ടായിരുന്നത് അവിടെ അവിടെ ഇരിപ്പുണ്ട്. ചെരുപ്പും തേഞ്ഞു പോകില്ല. എപ്പോൾ ചെന്നാലും ചെരുപ്പ് അവിടെ ഉണ്ടാകും. അപ്പോൾ അത് ഈ ഭരതനിലേക്ക് രാജ്യം പോകുന്നതിന് മുമ്പാണ് ഇത് പറഞ്ഞത്. അതെ. ഭരണത്തിൽ താല്പര്യമില്ല. അത് അദ്ദേഹം പറയുന്നത് ഈ പിന്നെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും നിനക്ക് സ്വന്തമായിട്ട് തരാം, സീതയെ പക്ഷേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ സീതയെ നിനക്ക് തരാം, മറ്റു വസ്തുക്കളൊന്നും നിനക്ക് കിട്ടില്ല. അപ്പോൾ എനിക്ക് സീതയെ മതി, മറ്റു വസ്തുക്കളൊക്കെ ബ്രഹ്മാനോട് എടുത്തോളാം. അപ്പം അങ്ങനെ ഒരു ലാളിത്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ. ആ ലാളിത്യം എല്ലായിടത്തും കാണാം. എങ്ങും ഈ ലാളിത്യം കാണാൻ അത് വരികയില്ല. ആദ്യത്തെ പിന്നെ സമാരംഭത്തിൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെ സാധാരണക്കാരനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഒരിക്കലും ശ്രീകൃഷ്ണനെ പോലെ പെരുമാറില്ല. ശ്രീകൃഷ്ണൻ സാധാരണക്കാരനെ പോലെ എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും എന്നുള്ളതല്ലാതെ സാധാരണക്കാരനെ പോലുള്ള പെരുമാറ്റമേ ഇല്ല. ആ പുഞ്ചിരി മായാതെ തന്നെ ഏത് ഘോരകൃത്യവും ചെയ്യും. രാമൻ അങ്ങനെയല്ല, വളരെ ലാളിത്യമാണ്. അത് പ്രജകളോടായാലും മറ്റുദ്യോഗസ്ഥന്മാരോടായാലും. അതുകൊണ്ടാണ് ഈ രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ കരഞ്ഞു. സാധാരണ ഉദ്യോഗസ്ഥന്മാർ കരയേണ്ടാത്തതാണ്. കൊണ്ടുവരാത്തവനെന്നല്ലേ വിചാരിക്കുള്ളൂ. എല്ലാവരും കൂടെ പോയില്ല നാട്ടുകാർ കൂടെ. അതുകൊണ്ടാണ് രാത്രി പിന്നെ അവർ ഉറങ്ങിയപ്പോൾ ഒളിച്ചു പോയത്. അപ്പോൾ ഈ ഒരു ലാളിത്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എവിടെയും കാണാം. അതുപോലെ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടുപിടിക്കുകയായിരുന്നു ഗുഹനെ. ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്പം അങ്ങനെ നിത്യേന കണ്ടു പരിചയം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഗുഹനുണ്ടെന്ന്. കൈകേയിക്ക് പോലും രാമൻ പ്രിയങ്കരനായിരുന്നു. എന്നോട് രാമകുമാരനോളവും പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റവർക്ക് ഇന്നല്ലേ പറഞ്ഞത് മന്ധരയോട്. അതെ, മന്ധരയോട്. അപ്പൊ എല്ലാ സർവസമ്മതനും സർവപ്രിയനുമായിരുന്നു. അപ്പൊ ഈ ഒരു ലാളിത്യമുണ്ട്. ഈ ലാളിത്യം കൊണ്ടാണ് അദ്ദേഹം എനിക്ക് ഭരണം വേണ്ട എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിനിഷ്ടം സ്വൈര്യ ജീവിതമാണ്, ലളിതമായ ജീവിതമാണ്. അതിൽ മറ്റു തരത്തിലുള്ള ദുഃഖങ്ങളൊന്നും സഹിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. പക്ഷെ സഹിക്കേണ്ടി വന്നപ്പോൾ ഏത് ദുഃഖവും സഹിക്കത്തക്ക വിധത്തിൽ അഗാധമായ മനസ്സുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലെ കുരു എല്ലാവരെയും വിസ്മയിപ്പിക്കത്തക്ക വിധത്തിൽ ഉള്ള പ്രജാവാത്സല്യമുള്ള പ്രജകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന രാജാവായിരുന്നു. അത്തരം രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു പരമ്പരയിലാണ് ഇദ്ദേഹം അങ്ങ് വന്ന് സുഖമായിട്ടങ്ങ് ജനിച്ചു കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കുള്ള ഭരണാധിപൻ ഭരിച്ചാൽ അവസ്ഥ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ അവൻ പിന്നെ ഈയം ഉരുകയും മേത്ത് വീണതുപോലെ ഇരുന്നങ്ങോട്ട് ഉരുകയും അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ, പിന്നെ മുന്യാശ്രമങ്ങളെല്ലാം തകർക്കുക. കാരണം മുനിമാർ എന്ന് പറയുന്ന ഒരു വകക്കാർ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നില്ല, വേറെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യമില്ലാത്തതാണ് പഠിപ്പെന്നുള്ള. ഈ സിലബസ് പരിഷ്കരിക്കണം എന്ന് പറയുന്നവരാണ്. ഇത് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ കാലം വരെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സിലബസ്. എന്നിട്ടും അതിനകത്ത് വലിയ പരിഷ്കാരമൊന്നും കണ്ടിട്ടില്ല. ഒരു പാഠം മാറ്റിയിട്ട് വേറൊരു പാഠം വയ്ക്കും. ഇത് ഒരു കവിയുടെ കവിത മാറ്റിയിട്ട് വേറൊരു കവിയുടെ കവിത വയ്ക്കും. മറ്റേ ഇലക്ട്രിസിറ്റി എന്നുള്ളതിന് പകരം ഇലക്ട്രോണിക്സ് പഠിക്കാൻ വയ്ക്കും. ആറ്റം ബോംബ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നതല്ലാതെ വിദ്യാഭ്യാസം കൊണ്ട് ഈ പിന്നെ സയൻസിൻ്റെ ഭൗതികമായ ഒരു പുരോഗതി ഉണ്ടാകുകയും വേണം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് മനസ്സംസ്കാരം ഉണ്ടാകുന്നതെന്നും ഒരു വിദ്യാർത്ഥി പൗരനായി വരുമ്പോൾ ആ പൗരൻ എപ്രകാരം ജനസമൂഹത്തിന് സ്വീകാര്യനായ വിധത്തിൽ അവർക്ക് ഗുണം ചെയ്യത്തക്ക മനോഭാവത്തോടുകൂടി എന്തുകൊണ്ട് വളർന്നു വരണം എന്നും അവരെ പഠിപ്പിക്കുന്നില്ല. അതിനുള്ള സാഹചര്യവുമില്ല. ഉള്ള സാഹചര്യങ്ങളെല്ലാം ലംഘിക്കത്തക്ക വിധത്തിൽ സജ്ജമായി കിടക്കുകയാണ് താൻ.
ആരും ചോദിക്കില്ല അതെന്താ നിങ്ങളത് അങ്ങനെ ലംഘിച്ച് എന്നൊക്കെ ചോദിച്ചാൽ വലിയ പ്രശ്നം. വല്ല ചാനലുകാരും പോയി അത് പൊക്കിക്കൊണ്ടുവന്നാൽ വന്നു എന്നുള്ളതല്ലാതെ അല്ലാത്ത ആർക്കും അതിനെക്കുറിച്ച് വേണ്ട തരത്തിലുള്ള ഒരു സാർ ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ പഠിച്ചതാണ് സിവിക്സ് എന്ന് പറഞ്ഞ പൗരധർമ്മം ഒരു ഒരു സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. പിന്നെ ജനറൽ സയൻസ് പഠിക്കേണ്ട, ജനറൽ സ്റ്റഡീസ് ഇല്ല. ഇപ്പോൾ ചരിത്രം മെയിനായിട്ട് പഠിക്കാത്ത ആൾക്ക് ചരിത്രത്തെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടാകില്ല. അതുപോലെ സയൻസിനെ സംബന്ധിച്ചും യാതൊരു വിവരം ഉണ്ടാകില്ല. സയൻസ് ഐച്ഛികമായിട്ട് പഠിക്കാത്തവർക്ക് സയൻസിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാകില്ല. അതുകൊണ്ടായിട്ട് വിശേഷിച്ച് കാരണം ഇല്ലായിരിക്കാൻ ചിലപ്പോൾ. എന്നാലും എല്ലാത്തിനെയും സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഒരു പൊതുബോധം വേണമല്ലോ. ആ പൊതുബോധം ഇല്ലാതെയാണ് വരുന്നത്. സമ്പൂർണ്ണ സാക്ഷരത, ഈ സമ്പൂർണ്ണ പൊതുബോധമാണ് വേണ്ടത്. അതാണ് വേണ്ടത്. സാക്ഷരത മാത്രം ഉള്ളതുകൊണ്ട് കാര്യം. മറ്റേത് ആ വിശേഷ പഠിപ്പ് അത് മാത്രം പഠിക്കുന്ന ആളുകൾ പഠിച്ചോളും. അവരതനുസരിച്ചുള്ള കർമ്മങ്ങളും രാജ്യത്തിന് വേണ്ടി ചെയ്തോളും. അപ്പോൾ രാജ്യത്തിന് വേണ്ടി കൂടിയാണ് താൻ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ബോധമില്ലെങ്കിൽ നിയമങ്ങൾ എത്ര ഉണ്ടായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ നടന്ന് മുന്നോട്ട് പോകും. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവൻ ഭക്ഷണത്തിൽ മായം ചേർത്തുകൊണ്ട് തന്നെ അത് പോലീസ് പിടിച്ചാലും ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിച്ചാലും ആര് പിടിച്ചാലും കൊണ്ടുപോയി അവനെ 6 മാസം ശിക്ഷിച്ചു. ഇത്രയല്ലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇറങ്ങി വരുമ്പോൾ കൂടുതൽ മായം കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ അവിടെ വേറെ മായം ചേർത്താൽ അതിനേക്കാളും വലിയ വൻപന്മാരുമായിട്ടൊക്കെ പരിചയം പുതുക്കി എങ്ങനെയാണ് അതിനേക്കാൾ വലിയ മായം ചേർക്കുന്നതെന്ന് പഠിച്ചിട്ട് അവൻ ഒരു മായ പെരുമാളായിട്ടായിരിക്കും കൂടുതൽ ട്രെയിനിങ്ങോട് കൂടിയായിരിക്കും വരുന്നത്. പിന്നെ അവന് നാണമില്ല മാനമില്ല, എന്തായാലും പോയതാണല്ലോ, പിന്നെ എന്താ പഠിക്കാനുള്ളത്? അതവൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഒരു നാട്ടിൽ താമസിക്കും. ബ്രിട്ടീഷുകാർ വന്ന് ചെയ്യുന്നതല്ല, അമേരിക്കക്കാർ വന്ന് ചെയ്യുന്നതല്ല. ഒരു നാട്ടിൽ താമസിക്കുന്ന ഒരേ അവകാശാധികാരങ്ങളുള്ള ഒരേ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ അവരുടെ നാട്ടിലെ പൗരന്മാർക്കിട്ട് ചെയ്യുന്ന ചെയ്താണ്. തമിഴ്നാട്ടിൽ ഈ പിന്നെ ദൂരെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ ആളുകൾ ചത്തുപോകത്തക്ക വിധത്തിലുള്ള വിഷമാണ് ഈ ഇതിൽ സ്പ്രേ ചെയ്യുന്നത്, പച്ചക്കറിയിൽ സ്പ്രേ ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ആവശ്യത്തിന്, തമിഴ്നാട്ടിലേക്കുള്ള ആവശ്യത്തിന് സ്പ്രേ ചെയ്യാതെ വേറെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ ഒരു രാഷ്ട്രത്തിൽ ഒരു സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ പരിധിക്ക്, പൊളിറ്റിക്കലുമായ രാഷ്ട്രീയവുമായ പരിധിക്കകത്ത് താമസിച്ചാൽ അതിനെതിരെ ഒന്നും ചെയ്യാനില്ല എന്ന് വരുന്നത് പോലെ നിസ്സഹായമാകാൻ പാടുണ്ടോ ജനാധിപത്യം എന്നത് ആലോചിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ കുരുവിനെ പോലെ ഇതാണ് ഈ പ്രജാവാത്സല്യം എന്ന് പറയുന്നതാണ്. പ്രജകൾക്ക് വേണ്ടി ജീവിക്കുക, അല്ലാതെ പ്രജകൾ പറയുന്നതിലും അനുസരിച്ച് കൊടുക്കുന്നതല്ല പ്രജാവാത്സല്യം. നമുക്ക് അങ്ങനെയാണ് പൊതുവെ ഒരു ധാരണ നടക്കുന്നത്. അപ്പോൾ പ്രജാവാത്സല്യത്തോടുകൂടി വാണ ഒരു രാജ്യത്ത് അംശൻ്റെയും സുനീതയുടെയും മകനായിട്ട് നല്ല ഓമനപുത്രനായിട്ട് വന്ന് ജനിച്ച് അവൻ അധികാരത്തിലേക്ക് കയറിയ ഉടനെ ലോകത്തിൽ ആർക്കും ഇല്ലാതിരുന്ന ഒരു സ്വഭാവമാണ് അവൻ ആദ്യം കാണിച്ചത്. നയജ്ഞവ്യം, യജ്ഞം ചെയ്യാൻ പാടില്ല. എന്താ ചെയ്താൽ തല കാണില്ല, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഭൂമി സൃഷ്ടിച്ചത് ഞാനാണ്. നേരത്തെ ഈ ഭൂമി കുണ്ടും കുഴിയുമായിട്ട് കിടക്കുകയായിരുന്നു. വലിയ കുഴികളും വലിയ പാറക്കെട്ടുകളും വലിയ പാറകളും വലിയ പർവ്വതങ്ങളുമായിരുന്നു. അതെല്ലാം സമനിരപ്പാക്കി തന്നത് ഞാനാണ്. വസ്തുതയാണ് കേട്ടോ. അത് വേനനല്ലല്ലോ, പൃഥുവല്ലേ? പൃഥുവല്ലേ? അല്ല, വേനനാണ് തുടങ്ങി വെച്ചത്. ആണോ? അത് മറ്റേ പൂർത്തീകരിച്ചതേ ഉള്ളൂ. വേനൻ തുടങ്ങി വെച്ചു. വേനൻ തുടങ്ങി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഭൂമിയുടെ സൃഷ്ടാവ് പുള്ളിയാണെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. അതിൻ്റെ പേരിലെ ഭൂമി സൃഷ്ടിച്ചിട്ടൊന്നുമില്ല പുള്ളി. ഇതൊന്ന് അറേഞ്ച് ചെയ്തു. അതുകൊണ്ട് ഈ ഭൂമിയുടെ സൃഷ്ടാവ് പൃഥു ആദ്യം ചെയ്ത കാര്യമായിട്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അല്ല, അത് സമനിരപ്പാക്കി ശരിക്കും. അതിനു മുമ്പൊക്കെ ഈ വലിയ പാറക്കെട്ടുകൾ
അവിടെ നിന്ന് അതിൻ്റെ പിന്നെ കനം താങ്ങാൻ വയ്യാതെ അത് ചാടി വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കും. അപ്പോൾ ആളുകൾ മരിക്കുകയും ഇതൊക്കെ കൊണ്ട് ആളുകൾ എവിടെ താമസിക്കണമെന്നുള്ളൊരു ഭീതിയായിരുന്ന ആളുകൾക്ക്. ശരി. അതാണ് ഈ പർവ്വതങ്ങൾ പറന്നു നടന്നിരുന്നു പറയാനുള്ള കാരണം. മൈനാകത്തിന് ചെറുണ്ടായിരുന്നു എന്നുള്ള കഥയൊക്കെ അങ്ങനെ വരുന്നതാണ്. പർവ്വതങ്ങൾ പറന്ന് ഉരുണ്ട് വരുന്നതാ. ഉരുണ്ട് രണ്ട് പറന്നു വരുന്നതല്ല. അപ്പോൾ പർവ്വതം അതിൻ്റെ പിടിവിട്ട് ഭൂമിയുടെ ആകർഷശക്തിയിൽ നിന്ന് വിട്ട് കുറച്ച് ആകർഷശക്തി കുറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് വീണാൽ അവിടെ ഉള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അതിനൊരു ശമനം ആദ്യമായിട്ട് വരുത്തണമെന്ന് തോന്നിയത് ഇദ്ദേഹത്തിനാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് സമനിരപ്പാക്കുകയും മറ്റ് ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പൃഥു ചെയ്തു. പക്ഷെ ഇത് എൻ്റെ തുടക്കമിട്ട് ഇദ്ദേഹം വെച്ചു. അപ്പം അതിൻ്റെ പേരിൽ അദ്ദേഹം ഭൂമിയുടെ സ്രഷ്ടാവാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അതിന് ആ ഭൂമിയുടെ സ്രഷ്ടാവ് വേനനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംഘങ്ങളെ, പ്രചാരക സംഘങ്ങളെ നിയമിച്ചു. അപ്പോൾ അവർ നടന്ന് പറഞ്ഞോളും. അപ്പോൾ ഈ പ്രായമായ ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിലും ചെറുപ്പക്കാരായ ആളുകൾക്കും അപ്പോൾ ഞങ്ങളുടെ തമ്പുരാനാണ് ഈ ഭൂമി സൃഷ്ടിച്ചത് എന്നുള്ള തോന്നൽ വരും. പിന്നെ അടുത്ത തലമുറ മുതൽ എല്ലാവരും വിചാരിക്കും പ്രത്യയശാസ്ത്രം പ്രചരിപ്പിച്ചതും അതുപോലെയാണ് പുതിയ പാർട്ടികളെ അവരുടെ ഇതെല്ലാം പ്രചാരവേലാണ്. അത് പ്രത്യയശാസ്ത്രം ആയാലും ശരി, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രമാണ സംഹിതയായാലും ശരി, ഏതും സംഘങ്ങളെ വിട്ട് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നടക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഗൂഢലക്ഷ്യമാണ്. അതിനകത്തൊരു ഗൂഢലക്ഷ്യമുണ്ട്. ആ ഗൂഢലക്ഷ്യം അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതെവിടെ എവിടെ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടാലും ഒന്ന് അധികാരം പിടിക്കുക, പിന്നെ ഒന്ന് പിടിച്ച അധികാരം ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശമാണുള്ളത്. ആ ഉദ്ദേശം, അങ്ങനൊരു ഉദ്ദേശമുണ്ട് എന്നൊരിക്കലും പുറത്ത് പറയില്ല. എല്ലാവർക്കും ഇത് അറിയാമെങ്കിൽ തന്നെയും ആരും അത് പുറമെ ഭയപ്പെട്ടിട്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ ഒരു വലിയ സംഘടനയുടെ വെറുപ്പിന് പാത്രമാകണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ആരും അതിനെ എതിർത്തിരുന്നില്ല. അങ്ങനെ വേനൻ ആദ്യമായി താൻ കാരണമാണ് ഈ ഭൂമി ഇന്നത്തെ നിലയിൽ നിൽക്കുന്നത് എന്ന് ജനങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ യജിക്കേണ്ടത് എന്നെയാണ്. അപ്പോൾ എൻ്റെ പേരിൽ നിങ്ങൾ യാഗങ്ങൾ നടത്തുക. ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ സർവ്വലക്ഷണങ്ങളോടും കൂടി നിങ്ങളുടെ മുമ്പിൽ വിലസുന്ന ദൈവം. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ പൂജിക്കുക, ആദരിക്കുക, എൻ്റെ ക്ഷേത്രങ്ങൾ പണിയുക, എനിക്ക് വേണ്ടി ഹോമം നടത്തുക, യജ്ഞം നടത്തുക, മറ്റ് ദേവകൾക്ക് വേണ്ടിയുള്ള ഹോമത്തിൻ്റെ മന്ത്രങ്ങളെല്ലാം മാറ്റി എഴുതി എൻ്റെ പേരിലാക്കുക ഈ മന്ത്രങ്ങളെല്ലാം എന്ന് പറഞ്ഞ് നടത്തരുതെന്നല്ല പറയുന്നത്, അതെൻ്റെ പേരിൽ നടത്തണമെന്നാണ്. പിന്നെ ക്ഷേത്രങ്ങൾ, പഴയ ക്ഷേത്രങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ പുതിയ ക്ഷേത്രങ്ങൾ പണിഞ്ഞ് നിങ്ങൾ എന്നെ പ്രതിഷ്ഠിക്കുകയും എന്നെ പൂജിക്കുകയും ആണ് വേണ്ടത്. അങ്ങനെ ചെയ്യാൻ വിസമ്മതിച്ചതുപോലെ ഇരുന്ന ചില ആളുകളെയാണ് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ നടന്ന്. പിന്നെ ഇവരിങ്ങനെ ചൊല്ലുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ആളുകളുണ്ട്. കിങ്കരന്മാർ നടന്നത് പരിശോധിച്ചിട്ട് രാജാവിനെ അറിയിക്കുമ്പോൾ അവർ ഒന്നുകിൽ ആ ഗ്രാമത്തോടുകൂടി ചുട്ടുകളയാൻ പറയും, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും കൊന്നുകളയാൻ പറയും. അല്ലാണ്ട് ശിക്ഷയ്ക്ക് പ്രമാണമൊന്നുമില്ല. കാരണം ലോകത്തിലെ എല്ലാത്തിനും പ്രമാണം താനാണല്ലോ. അതെ, അവന് ശിക്ഷയ്ക്ക് പ്രത്യേകിച്ച് പ്രമാണം വേണ്ടല്ലോ. ശിക്ഷയ്ക്ക് ധർമ്മസംഹിത വേണ്ട, നിയമസംഹിത വേണ്ട, അതിന് നിയമശാസ്ത്രം വേണ്ട, ജൂറിസ്പ്രുഡൻസ് വേണ്ട, വക്കീലന്മാർ വേണ്ട, കോടതി വേണ്ട, എല്ലാം ഞാനാണ്. ഇങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു ഭരണ സമ്പ്രദായം, സർവസ്വീകാര്യമായ ഒരു ഭരണ സമ്പ്രദായമാണ്. ഒന്നിനും കാലതാമസമില്ല. ഇപ്പോൾ ഒരു വലിയ കേസൊക്കെ ആണെങ്കിൽ 20 വർഷമായിട്ടും തീരാത്ത കേസുകളുണ്ട്. സുപ്രീം കോടതി കിടക്കുക, ഇവിടെ നിന്ന് പോയിട്ട് സുപ്രീം കോടതി ഇതൊന്നുമില്ലേ, ഒരു പ്രശ്നമല്ല, എന്തൊരു നല്ല ഭരണമായിരുന്നു വേനൻ്റേത്. അപ്പം തീരുമാനമാണ്, അപ്പം കഴുത കണ്ടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഗ്രാമത്തോടുകൂടി ആയിരിക്കും പോകുന്നത്, അത്രേ ഉള്ളൂ. കീഴ്ക്കോടതിയുമില്ല, മേൽക്കോടതിയില്ല, എല്ലാ കോടതി ഒരാൾ തന്നെ. അത്ര വേഗത്തിൽ കാര്യങ്ങൾ സാധിക്കും, വേഗത്തിൽ സമാധാനം സ്ഥാപിക്കും, വേഗത്തിൽ കൊലപാതകം നടന്നു കഴിയും. എല്ലായിടത്തും കൊലപാതകത്തിനുള്ള സംഘങ്ങൾ
നടക്കണം. ചാരന്മാർ മുഖാന്തരം വിവരങ്ങൾ അറിയിക്കും, അങ്ങനെ കൊല നടക്കും. ഈ സുസ്ഥിരമായ ഭരണം തന്നെ. ഭരണം സുസ്ഥിരമാണ്. വേറെ ആൾ വരാനില്ലല്ലോ അവിടെ. അതെ. ആരും അങ്ങോട്ട് ചെല്ലാനുമില്ല, ആരും പരാതി പറയാനുമില്ല, പരാതിക്കാരേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. മാധ്യമമൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം അദ്ദേഹം കണ്ടുപിടിക്കാഞ്ഞത്, ഈ തന്നെക്കുറിച്ചുള്ള യാഗം ചെയ്യുന്നു, തന്നെക്കുറിച്ചുള്ള മന്ത്രം ജപിക്കുന്നു, പക്ഷേ തന്നെക്കുറിച്ച് തന്നെയാണോ വിചാരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള തോട്ട് പോലീസ്. ഈ തോട്ട് പോലീസ് ഉണ്ടായിരുന്നില്ല. ആനിമൽ ഫാം, ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം, അതുപോലെ തന്നെ 1984 ഇങ്ങനെയൊക്കെയുള്ള കൃതികളിൽ വരുന്നത് പോലെയുള്ള ഇദ്ദേഹം അവകാശപ്പെടുന്നത്, ഇദ്ദേഹം ജീവിക്കുന്നത് പ്രജകൾ, ഇതൊക്കെ ചെയ്യുന്നത് പ്രജകൾക്ക് വേണ്ടിയാണ്, ഇദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പ്രജകൾക്കുള്ള എന്നോട് ബഹുമാനമാണെന്നും വിചാരിക്കും. അപ്പോൾ ഇവരെ എന്നെക്കുറിച്ച് ബഹുമാനത്തോട് വിചാരിക്കുന്നുവോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണത്തിൻ്റെ കുറവ് മാത്രമേ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കി, ഭൂമിയിൽ ഒരു പൊടി പോലും ഇല്ലാത്ത വിധത്തിൽ ശുദ്ധമാക്കി കൊടുത്തു.